നമ്മുടെ ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഒരു നിമിഷം അതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ സമൂഹത്തിന്റെ ഒരു പ്രധാന നേതാവ്, നിങ്ങളുടെ മെത്രാൻ, അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിലൊന്ന് പങ്കെടുക്കാൻ, ആദരാഞ്ജലി അർപ്പിക്കാൻ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കൂട്ടം വിദേശികൾ നിങ്ങളെ വഴിയിൽ തടയുന്നു. എന്നിട്ട് മുഖത്തു നോക്കി പറയുന്നു, ഇദ്ദേഹം നിങ്ങളുടേതല്ല, ഞങ്ങളുടേതാണ്, മാറി നിൽക്ക്. എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? ഈ ഒരു എന്താ പറയാ കനത്ത അപമാനത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വർത്തമാന പുസ്തകം എന്ന ഈ രേഖയുടെ കഥ തുടങ്ങുന്നത്. അതെ, 1773 വരാപ്പുഴയിൽ നടന്ന ആ സംഭവം ഒരു തീപ്പൊരിയായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. പതിറ്റാണ്ടുകളായി, ഒരുപക്ഷേ നൂറ്റാണ്ടുകളായി തന്നെ തങ്ങളുടെ പാരമ്പര്യങ്ങളും അധികാരവും യൂറോപ്യൻ ശക്തികൾ കവർന്നെടുക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു ആ സമൂഹം. ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നൊരു അഗ്നിപർവ്വതം, അത് പൊട്ടിത്തെറിക്കാൻ ആ ഒരു കാരണം, അവരൊറ്റ അപമാനം മാത്രം മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ ലക്ഷ്യം ഇതാണ്. ഈ വർത്തമാന പുസ്തകത്തിന്റെ ആദ്യത്തെ 7 അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ശവസംസ്കാര ചടങ്ങിലുണ്ടായ ആഴത്തിലുള്ള അപമാനത്തിൽ നിന്ന് സ്വന്തമായി ഒരു നേതാവ് വേണമെന്ന ശക്തമായ ഒരു രാഷ്ട്രീയ ആവശ്യത്തിലേക്ക് മലബാറിലെ നസ്രാണി സമൂഹം എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോ നമുക്ക് ആ സംഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 1773 വരാപ്പുഴ മെത്രാൻ ഫ്ലോറൻസ് അന്തരിച്ചു. ഒരു യൂറോപ്യൻ മെത്രാന്റെ മരണാനന്തര ചടങ്ങിൽ നിന്ന് തദ്ദേശീയരായ സുറിയാനി ക്രിസ്ത്യാനികളെ എന്തിനാണ് ഈ കർമ്മലീത്ത പാതിരിമാർ മാറ്റി നിർത്തിയത്? അതൊരു വംശീയമായ വേർതിരിവായിരുന്നോ? അതിന് കേവലം വംശീയം എന്ന് പറയുന്നതിനേക്കാൾ അതൊരു അധികാര പ്രഖ്യാപനമായിരുന്നു. ഈ മെത്രാൻ ഞങ്ങളുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്, നിങ്ങളുടെയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കാണ് എന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത്, ഈ സഭ ആരുടേതാണ് എന്ന ചോദ്യത്തിന് അവർ തന്നെ ഒരു ഉത്തരം നൽകി. ഈ സഭ ഞങ്ങളുടേതാണ്. ഇത് കേട്ടുകൊണ്ട് നിന്ന ആ തദ്ദേശീയ സമൂഹത്തിന്റെ അസ്തിത്വത്തെയാണ് അത് ചോദ്യം ചെയ്തത്. ഒന്ന് ആലോചിച്ചു നോക്കും, സ്വന്തം മെത്രാന്റെ ശവസംസ്കാരത്തിന് പോകുമ്പോൾ ഇത് നിങ്ങളുടേതല്ല, ഞങ്ങളുടേതാണ് എന്ന് മുഖത്തു നോക്കി കേൾക്കുന്ന ഒരവസ്ഥ. അതിലും വലിയൊരു അപമാനം ഒരു സമൂഹത്തിന് വരാനില്ല. ഈ അപമാനത്തിനു ശേഷം വെറുതെ ഇരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല, അല്ലേ? അതാണ് അങ്കമാലിയിലെ ആ ചരിത്രപ്രസിദ്ധമായ യോഗത്തിലേക്ക് നയിച്ചത്. തീർച്ചയായും. ആ അപമാനത്തിൽ മനം നൊന്ത് മടങ്ങിയ നസ്രാണി പ്രതിനിധികൾ ഒരു നിർണായക തീരുമാനമെടുത്തു: അങ്കമാലിയിൽ ഒരുമിച്ചുകൂടുക. ഇവിടെ നിങ്ങൾ യോഗം എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ പോലെ ഒരു മീറ്റിംഗ് എന്നല്ല അതിന്റെ അർത്ഥം. മലബാറിലെ പള്ളികളുടെ ഒരു പരമ്പരാഗത ജനാധിപത്യ സഭയാണത്. ഓഹോ, അതായത് ഓരോ പള്ളിയിൽ നിന്നും പ്രതിനിധികൾ വരും. അതെ, ഓരോ പള്ളിയിൽ നിന്നും പ്രതിനിധികൾ വരും. അവിടെ വെച്ച് അവർ മണിക്കൂറുകളോളം, ഒരുപക്ഷേ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. അവസാനം അവരൊരു നിഗമനത്തിലെത്തി: തങ്ങൾ നേരിടുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഈ അപമാനങ്ങൾക്കുമെല്ലാം കാരണം ഒന്നു മാത്രമാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ പല കാരണങ്ങളുണ്ടായിരുന്നിരിക്കാം. പണത്തിന്റെ പ്രശ്നങ്ങൾ, അധികാരതർക്കങ്ങൾ. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു സ്വന്തം നേതാവില്ലാത്തതിന്റെ പ്രശ്നത്തിലേക്കാണോ? കൃത്യമായി. സഭയ്ക്ക് സ്വന്തം വംശത്തിൽപ്പെട്ട, സ്വന്തം ജനതയിൽ നിന്നുള്ള ഒരു തലവനില്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ചരിത്രപരമായി അവർക്കുണ്ടായിരുന്ന ആർക്കദ്യാഗോൻ അഥവാ ആർച്ച് ഡിയേക്കൻ എന്ന പദവി നഷ്ടപ്പെട്ടതിന്റെ വേദനയായിരുന്നു അത്. നിങ്ങൾക്കറിയാമോ, ആർക്കദ്യാഗോൻ എന്നത് ഒരു പുരോഹിതൻ മാത്രമല്ല, അദ്ദേഹം നസ്രാണി സമൂഹത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ നേതാവായിരുന്നു. രാജാക്കന്മാരുമായി വരെ ഇടപഴകാനും സമുദായത്തിനുവേണ്ടി വിലപേശാനും അധികാരമുള്ള ഒരാൾ. ആ പദവി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് നഷ്ടമായതൊരു നേതാവിനെ മാത്രമല്ല, ഭരണകൂടങ്ങളിലുള്ള അവരുടെ ശബ്ദം കൂടിയാണ്. ആ ഒരു ശൂന്യതയാണ് അവരെ ഇത്രയധികം വേദനിപ്പിച്ചത്. ഓ, അപ്പോ അവരുടെ പ്രശ്നം ഒരു വിദേശ ബിഷപ്പ് ഭരിക്കുന്നതായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ സമൂഹവും ആ ബിഷപ്പും തമ്മിൽ ബന്ധിപ്പിക്കാൻ, തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ, തങ്ങളുടെ ശബ്ദമാകാൻ ഒരു ഇടനിലക്കാരനില്ലാത്തതായിരുന്നു. ശരി, അങ്കമാലിയിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഒരുമിച്ചു കൂടുമ്പോൾ വരാപ്പുഴയിലെ കർമ്മലീത്ത പാതിരിമാർ വെറുതെ ഇരിക്കുകയായിരുന്നുവോ? അവർക്ക് പേടിയുണ്ടായിരുന്നിരിക്കില്ലേ? പേടിയുണ്ടായിരുന്നെന്ന് മാത്രമല്ല, അവർക്ക് കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ടായിരുന്നു. വർത്തമാന പുസ്തകം പറയുന്നുണ്ട്, വരാപ്പുഴയിൽ നിന്നുള്ള ചാരന്മാർ യോഗം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ പാതിരിമാർ ഉടൻ തന്നെ ഒരു അനുനയ നീക്കം നടത്തി. ഇട്ടിക്കത്തനാർന്ന ഒരാളെ മാപ്പപേക്ഷിക്കാനായി അങ്കമാലിയിലേക്ക് അയച്ചു. എന്നാൽ യോഗം ഒറ്റക്കെട്ടായി ഒരു നിലപാടെടുത്തു:
എല്ലാ പള്ളികളിലെയും പ്രതിനിധികൾ ഒരുമിച്ചെത്താതെ ഞങ്ങൾ ഒരു തീരുമാനവും എടുക്കില്ല. ആ നിലപാട് അവരുടെ ഐക്യത്തെയാണ് കാണിക്കുന്നത്. ഇതിനിടയിലൊരു നാടകീയമായ രംഗപ്രവേശം നടക്കുന്നുണ്ട്. യോഗത്തെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനായി റോമിൽ നിന്നുള്ള സന്ദർശകനായ ലോറൻസ് ജസ്റ്റിലാനിയും മറ്റ് 2 പാതിരിമാരും രാത്രിയിൽ രഹസ്യമായി അങ്കമാലിയിലെത്തുന്നു. അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? യോഗത്തെ പിളർത്തുക എന്നതായിരുന്നു. അവരുടെ വരവ് യോഗത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഒരു വശത്ത് യോഗത്തെ അനുനയിപ്പിച്ച് തങ്ങളുടെ വരുതിയിലാക്കുക, മറുവശത്ത് യോഗത്തിന്റെ ശക്തി മനസ്സിലാക്കുക. പക്ഷേ അവർ അവിടെ എത്തി ചർച്ചകൾ തുടങ്ങുന്ന അതേ സമയത്താണ് ആ യോഗത്തിന്റെ ഗതിയെത്തന്നെ മാറ്റിക്കുറിച്ച ആ ഭയാനകമായ വാർത്ത എത്തുന്നത്. അതെ, ഒരു വശത്തെ ഈ ചർച്ചകളും അധികാര വടംവലികളും നടക്കുന്നു, കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയേക്കുമെന്ന് കരുതുമ്പോഴാണ് ആ യോഗത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് എടപ്പള്ളിയിൽ നിന്ന് ആ വാർത്ത വരുന്നത്, അല്ലേ? അതെ, എടപ്പള്ളി പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ തങ്ങൾ നേരിട്ടൊരു കൊടും ക്രൂരതയുടെ കഥ യോഗത്തിൽ വിവരിച്ചു. അത് വിദേശ പാതിരിമാരുടെ ഭരണത്തിന്റെ ഇരുണ്ട മുഖം തുറന്നുകാട്ടുന്ന ഒരു സംഭവമായിരുന്നു. എടപ്പള്ളിയിലെ വികാരിയായിരുന്ന ചാക്കോ കത്തനാറെ ഒരു മോഷണക്കുറ്റം ചുമത്തി ഒരു കള്ളക്കേസിൽ പെടുത്തി അവർ പിടിച്ചുകൊണ്ടുപോയി. ഒരു പുരോഹിതനെതിരെ കള്ളക്കേസോ? എന്തിനുവേണ്ടി? അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി. പക്ഷേ അതവിടെ നിന്നില്ല. അവർ അദ്ദേഹത്തെ ദിവസങ്ങളോളം ഒരു മുറിയിലടച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു. ഏറ്റവും ഭീകരമായ കാര്യം അതല്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലും ഭീകരമായി മറ്റെന്തുണ്ട്? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണനേരത്തുള്ള കുമ്പസാരവും അവസാനത്തെ കുർബാന സ്വീകരണവും. അവർ ചാക്കോ കത്തനാർക്കത് നിഷേധിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനുള്ള അവസരം പോലും അവർ നൽകിയില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു പായിൽ പൊതിഞ്ഞ് പള്ളിയുടെ പുറത്തുള്ളൊരു കുളത്തിന്റെ കരയിൽ ഒരു ബഹുമാനവുമില്ലാതെ കുഴിച്ചിട്ടു. ഇത് കേൾക്കുമ്പോൾ തന്നെ രോഷം വരുന്നു. ആ യോഗത്തിൽ ഈ വാർത്ത കേട്ടവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആളുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും ആ വാർത്ത യോഗത്തെ ഒരു വൈകാരികമായ കൊടുമുടിയിലെത്തിച്ചു. ചാക്കോ കത്തനാറെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തൽ ആ യോഗത്തിന്റെ വിലപേശൽ ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നസ്രാണികൾ സംസാരിക്കുന്നത് അപമാനിതരുടെ സ്ഥാനത്തു നിന്നല്ല, കൊല്ലപ്പെട്ട ഒരാളുടെ സഹോദരങ്ങളുടെ സ്ഥാനത്തു നിന്നാണ്. ഈ ഒരു വൈകാരിക പശ്ചാത്തലത്തിലാണ് ലോറൻസ് ജസ്റ്റിനാനിയുമായി നിർണായകമായ ചർച്ചകൾ നടക്കുന്നത്. അപ്പോ വെറും വാക്കുകൾ അവർക്ക് വിശ്വാസമില്ലായിരുന്നു, അവർക്കൊരു രേഖാമൂലമുള്ള ഉറപ്പ് വേണമായിരുന്നു. അതെ, ഇത്തവണ വെറും വാഗ്ദാനങ്ങൾ മാത്രം പോരായിരുന്നു. റോമിൽ നിന്നുള്ള തന്റെ അധികാരപത്രങ്ങൾ കാണിച്ച് ലോറൻസ് ജസ്റ്റിനാനി യോഗത്തിന്റെ വിശ്വാസം നേടാൻ ശ്രമിച്ചെങ്കിലും നസ്രാണികൾ ഒരു ലിഖിത കരാർ ആവശ്യപ്പെട്ടു. അതാണ് ചരിത്രപ്രസിദ്ധമായ പടിയോല. എന്തൊക്കെയായിരുന്നു ആ പടിയോലയിലെ പ്രധാന വ്യവസ്ഥകൾ? ചാക്കോ കത്തനാരുടെ അനുഭവം അതിൽ പ്രതിഫലിച്ചിരുന്നോ? തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ അതുതന്നെയായിരുന്നു. പള്ളികളുടെ പ്രതിനിധികളോട് ആലോചിക്കാതെയും കുറ്റം കൃത്യമായി തെളിയിക്കാതെയും തദ്ദേശീയരായ വൈദികരെയോ ജനങ്ങളെയോ ശിക്ഷിക്കരുത്. രണ്ടാമത്തെ പ്രധാന വ്യവസ്ഥ ഇതായിരുന്നു: സഭയുടെ പൗരാണികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു മാറ്റവും കൂടാതെ സംരക്ഷിക്കണം. തങ്ങളുടെ സാംസ്കാരികമായ സ്വത്വം നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങൾക്ക് മുന്നിൽ പാതിരിമാർക്ക് വഴങ്ങേണ്ടി വന്നോ? അവർക്ക് മറ്റു വഴികളില്ലായിരുന്നു. അത്രയും വലിയൊരു ജനകീയ സമ്മർദ്ദത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ആ വ്യവസ്ഥകൾ അംഗീകരിച്ച് പടിയോലയിൽ ഒപ്പുവെച്ചു. അതിനുശേഷം അങ്കമാലി പള്ളിയിൽ ഒരു സമാധാന പ്രാർത്ഥനയും അനുഗ്രഹിക്കൽ ചടങ്ങുമൊക്കെ നടന്നു. പുറമേ നിന്ന് നോക്കുന്നൊരാൾക്ക് അതൊരു സമ്പൂർണ്ണ വിജയമായി തോന്നും. എന്നാൽ യോഗത്തിലെ ചിലർക്ക് സംശയമുണ്ടായിരുന്നു എന്ന് വർത്തമാന പുസ്തകം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഇതൊരു താൽക്കാലിക തന്ത്രം മാത്രമാണെന്നും യോഗം പിരിഞ്ഞുകഴിഞ്ഞാൽ പാതിരിമാർ ഈ കരാർ ലംഘിക്കുമെന്നും അവർ ഭയന്നു. അവരുടെ ഭയം ശരിയായിരുന്നോ? അവരുടെ ഭയം 100% ശരിയായിരുന്നു. പടിയോല ഒപ്പിട്ട് അധികം വൈകാതെ തന്നെ പാതിരിമാർ അതിന്റെ വ്യവസ്ഥകൾ ഓരോന്നായി ലംഘിക്കാൻ തുടങ്ങി എന്ന് വർത്തമാന പുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ആ ചതി പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനു മുമ്പ് യോഗത്തിൽ മറ്റൊരു നിർണായകമായ വഴിത്തിരിവുണ്ടായി. അതേ, പടിയോല ഒപ്പിട്ടു, സമാധാന പ്രാർത്ഥനയും കഴിഞ്ഞു. യോഗം ഏതാണ്ട് പിരിയാൻ സമയമായി എന്ന് എല്ലാവരും കരുതിയിടത്താണ് കടനാട്ടിൽ നിന്നുള്ള കത്തനാർ മത്തായിയുടെ രംഗപ്രവേശം. അതുവരെ നടന്ന ചർച്ചകളുടെ ഗതിയെ
അദ്ദേഹം പൂർണ്ണമായും മാറ്റിക്കളഞ്ഞു അല്ലേ? കൃത്യമായി. അദ്ദേഹം യോഗത്തിലേക്ക് വൈകിയാണ് എത്തിയത്. വന്നയുടൻ കാര്യങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം വളരെ ലളിതവും എന്നാൽ അതീവശക്തവുമായൊരു ചോദ്യമുന്നയിച്ചു. പാതിരിമാരുമായി ഒരു സമാധാന കരാറുണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ സ്വന്തമായി ഒരു തലവനല്ലേ വേണ്ടത്? ഒരു കടലാസിലെ ഉടമ്പടിക്ക് ഒരു നേതാവിന്റെ സ്ഥാനമില്ലെന്ന് അദ്ദേഹം യോഗത്തെ ബോധ്യപ്പെടുത്തി. അതായത് പ്രശ്നപരിഹാരമല്ല, അധികാരമാണ് വേണ്ടത് എന്ന ചിന്തയിലേക്ക് അദ്ദേഹം യോഗത്തെ കൊണ്ടുവന്നു. അതെ, അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: നമ്മളെ ഭരിക്കാൻ അവർ, നമ്മുടെ പരാതി കേൾക്കാനും അവർ തന്നെ. ഇതിലെന്ത് നീതിയാണുള്ളത്? ഈ പടിയോല നാളെ അവർ ലംഘിച്ചാൽ നമ്മൾ ആരോട് പോയി പരാതി പറയും? വീണ്ടും അവരോട് തന്നെയോ? ഈ ചോദ്യത്തിനു മുന്നിൽ യോഗം നിശബ്ദമായി. പ്രശ്നങ്ങളുടെ മൂലകാരണം പരിഹരിക്കാതെ താൽക്കാലിക ഒത്തുതീർപ്പുകൾക്ക് പ്രസക്തിയില്ലെന്ന് അദ്ദേഹം വാദിച്ചു. അതോടെ യോഗത്തിന്റെ ലക്ഷ്യം പൂർണ്ണമായും മാറി. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്ന് പറയുന്നതിൽ നിന്ന് ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങളുടെ ആളെ തരൂ എന്നതിലേക്ക് അവരുടെ ശ്രദ്ധ മാറി. അതെ, കേവലം പരാതികൾ പരിഹരിക്കുന്ന ഒരു നിവേദക സംഘം എന്ന നിലയിൽ നിന്ന് സഭയ്ക്ക് സ്വന്തമായി ഒരു അർക്കദ്യാക്കോനെ അഥവാ ഒരു ദേശീയ നേതാവിനെ നേടിയെടുക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ആ യോഗം ഉയർന്നു. അത് ചെറിയൊരു മാറ്റമായിരുന്നില്ല, അതൊരു വലിയ കാഴ്ചപ്പാടിന്റെ തുടക്കമായിരുന്നു. ആ ലക്ഷ്യം നേടാനായി അവർ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്? അതിനായി കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലിത്തയുടെ ആസ്ഥാനമായ പുക്കോട്ടയിലേക്ക് ഒരുമിച്ചു പോകാനും അദ്ദേഹത്തോട് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കാനും അവർ തീരുമാനിച്ചു. അങ്ങനെ അങ്കമാലി യോഗം അവസാനിക്കുമ്പോൾ ഒരു പ്രതിരോധത്തിൽ നിന്ന് തുടങ്ങിയവർ ഒരു പുതിയ ദൗത്യവുമായിട്ടാണ് പിരിഞ്ഞത്. അവരുടെ ലക്ഷ്യം കൂടുതൽ വ്യക്തവും ശക്തവുമായി മാറിയിരുന്നു. അപ്പോൾ ഒരു ശവസംസ്കാര ചടങ്ങിൽ നേരിട്ട കടുത്ത അപമാനത്തിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം ഒരു പുരോഹിതന്റെ കൊലപാതകത്തിന്റെ ഞെട്ടിലിലൂടെയും ഒരു ലിഖിത ഉടമ്പടിയുടെ താൽക്കാലിക ആശ്വാസത്തിലൂടെയും കടന്നുപോയി. ഒടുവിൽ സ്വന്തമായൊരു നേതാവ് വേണമെന്ന ഉറച്ച രാഷ്ട്രീയ തീരുമാനത്തിലെത്തി നിൽക്കുന്നു. നിങ്ങൾ തന്ന ഈ രേഖയുടെ ആദ്യ ഭാഗം ഒരു ജനതയുടെ ഉണർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് പറയുന്നത്. തീർച്ചയായും ഇത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമൂഹത്തിന്റെ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അവർ ഒപ്പുവെച്ച പടിയോല അതൊരു യഥാർത്ഥ വിജയമായിരുന്നോ? അതോ സ്വന്തം ശക്തി പൂർണ്ണമായി തിരിച്ചറിയാതെ ശത്രുവിന് സമയം നേടിക്കൊടുക്കാനുള്ളൊരു തന്ത്രത്തിലവർ വീണുപോയതാണോ? വർത്തമാന പുസ്തകം നൽകുന്ന സൂചനകൾ രണ്ടാമത്തേതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വന്തം ജനതയിൽ നിന്ന് ഒരു നേതാവിനെ ലഭിക്കാനുള്ള നസ്രാണികളുടെ ഈ ശ്രമം വിജയിക്കുമോ? ഈ പോരാട്ടത്തിൽ അവർക്ക് എന്ത് വില കൊടുക്കേണ്ടിവരും? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഈ ചരിത്രയാത്രയുടെ അടുത്ത ഘട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം.